എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഓൾമോസ്റ്റ് എല്ലാവരും എന്താ പറയാ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കും. പിന്നെ എന്റെ പിമ്പിൾ ജേണി ഒക്കെ കണ്ടവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നതാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോ ഇന്നത്തെ എന്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. ഇന്നെന്താന്ന് വെച്ചാലേ സത്യം പറഞ്ഞാൽ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും ഞാൻ ജോലിക്ക് പോയി വന്ന് എല്ലാം കൂടെ ആവുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ ഒട്ടും ടൈം കിട്ടാറില്ല കേട്ടോ. ഒന്ന് സ്വസ്ഥമായിട്ട് ഇരുന്ന് വീഡിയോ ചെയ്യാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ടാണ് ചിലപ്പം എന്തെങ്കിലും ഡേ ഇൻ ലൈഫും മറ്റേത് ഇതൊക്കെ ആയിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിട്ട് തന്നെയാണ് ഞാൻ വന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോയിലേക്ക് പിന്നെയും സ്വാഗതം. പിന്നെന്താ എല്ലാവരും വിശേഷം, സുഖാണോ? ആക്നെ പ്രോബ്ലം ഉള്ളവരൊക്കെ ഇപ്പോഴും എന്റെ വീഡിയോ കാണാറുണ്ടോ? എങ്ങനെയുണ്ട്? ആരെങ്കിലും എന്തെങ്കിലും ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ബെനിഫിറ്റ് ഉണ്ടായോ? അല്ലെങ്കിൽ എന്റെ വീഡിയോ കണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഉപകാരം ഉണ്ടായിട്ടുണ്ടോ? കുറച്ചെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമന്റ് അറിയിക്കുക കേട്ടോ. അപ്പോ ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്രീമിന്റെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നത്. ഈ ട്രെറ്റിനോയിഡ് ക്രീം ശരിക്കും പറഞ്ഞാൽ ഫേസിൽ മാത്രമാണോ യൂസ് ചെയ്തതെന്നൊക്കെ എല്ലാവരും മോസ്റ്റ് ആയിട്ട് ഇത് എല്ലാവരും ഫേസിലായിരിക്കും യൂസ് ചെയ്യുന്നത്. അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളതും കൂടെ നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ. അപ്പം ഈ ട്രെറ്റിനോയിഡ് ആക്ച്വലി എനിക്ക് എന്റെ സ്കിൻ ഇതിപ്പോ പുതിയ പാക്കേജ് ആണ്. ഈ പുതിയ പാക്കേജ് കാണുമ്പോൾ നിങ്ങൾ ആദ്യം വിചാരിക്കരുത് ഞാൻ ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടി മേടിച്ചതാണ്. ബട്ട് അല്ല ഗൈസ്, ഇത് ഇതിന്റെ ഞാനതായത് നിങ്ങൾക്ക് എന്റെ കണ്ടിന്യൂസ് എന്റെ വീഡിയോ കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവാം. ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ ഇന്ത്യ വിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് പോയായിരുന്നു. എന്റെ ഗതികെട്ട അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞാൻ പോയ സമയത്ത് എനിക്ക് എന്തായാലും സ്കാറിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ഞാൻ ചെയ്യാൻ നിന്നായിരുന്നു. അപ്പൊ എനിക്ക് അന്ന് സ്കാറിന്റെ ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം ഡോക്ടറെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്കിപ്പോ കാരണം ഒരു പ്രൊസീജിയറാണ്, നമ്മൾ ഒറ്റ സിറ്റിംഗ് ചെയ്തിട്ട് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അപ്പൊ ഒന്നാമത് വേറെ നാട്ടിലോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ പോയിട്ട് സ്കിന്നിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഡോക്ടർ പറഞ്ഞ തൽക്കാലം ഈ സ്കാർ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ട്രെറ്റിനോയിൻ ക്രീം തൽക്കാലം തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാനൊരു 2 പാക്ക് മേടിച്ചത്. ഓൾറെഡി രണ്ടല്ല, ഞാൻ ഈ ഒരെണ്ണം മേടിച്ചുള്ളൂ. വേറെ എന്റെ കയ്യിലൊരു ഇത് ഉണ്ടായിരുന്നു. അത് എനിക്ക് വേണ്ടി വാങ്ങിയതല്ല. ആക്ച്വലി ഹസ്ബൻഡിന്റെ ഹെയർ, ഞാൻ പറഞ്ഞല്ലോ ഇത് സ്കിന്നിന് മാത്രമല്ല ഉപകാരമുള്ളത്. ഹെയർ ഉണ്ടല്ലോ ഈ വട്ടത്തിൽ ഇങ്ങനെ പൊഴിഞ്ഞു പോയത്, പെട്ടെന്നായിരുന്നു പുള്ളിയുടെ ഹെയർ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ പാച്ച് പോലെ കുറച്ച് ഭാഗം ഇങ്ങനെ പൊഴിഞ്ഞു പോയത്. അന്നേരം നമ്മൾ മേടിച്ചിട്ടുണ്ടപ്പോ സംഭവം പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പൊഴിഞ്ഞു പോയതാന്ന് ഞങ്ങൾ വേറെ എന്റെ സ്കിന്നിന്റെ ഡോക്ടറെ കാണിച്ചു പോയപ്പോ ഈ ഒരു ഓയിൽമെന്റ് വേറൊരു ഓയിൽമെന്റും കൂടെ കൊടുക്കും. അതെനിക്ക് ഓർമ്മയില്ല കഴിച്ചു, 1 വർഷത്തിന്റെ അടുത്തായി. അപ്പൊ അന്നേരം അതിന്റെ ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പിന്നെ ഇത് ഞാൻ പുറത്തോട്ട് കൊണ്ടുപോകാനോ അത് ഞാൻ യൂസ് ചെയ്യാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എനിക്ക് ബാക്കി വന്ന ഒരു പാക്കാണ്. ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞത് യൂസ് ചെയ്യാറില്ല. ഇത് ഞാൻ നോക്കിയിട്ട് പോലുമില്ല. കാരണം പിന്നെ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചു ഇപ്പൊ സ്കാറിന്റെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യാമല്ലോ. പിന്നെ ഞാൻ ഇതിന്റെ ഒരു ആവശ്യം എനിക്ക് വന്നിട്ടില്ല കേട്ടോ. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഒരു മാസം 2 മാസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പ്രഗ്നന്റ് ആവുകയും ചെയ്തു. പ്രഗ്നൻസി ലേഡീസ് ഒന്നും ഇത് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. ഞാൻ അതേ പറയാം, ഈ സാധനം പ്രഗ്നന്റ് ആയിരിക്കുന്നവരൊന്നും യൂസ് ചെയ്യണ്ട കേട്ടോ. അപ്പൊ ഈ ക്രീമിനെ കുറിച്ച് വള പറഞ്ഞ സമയം എന്തായാലും കഴിയുന്നില്ല. ക്രീമിനെ കുറിച്ച് ഞാൻ ആദ്യം എന്തായാലും പറയാം. ഇത് സ്കാർ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നിങ്ങളുടെ ഫേസിൽ കുറച്ച് മാർക്കൊക്കെ ഉണ്ടെങ്കിൽ മാർക്സ് അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏജിങ്സ് മീൻസ് നമുക്ക് ഏജ് ആവുന്ന ടൈമിൽ ഉണ്ടാവുന്ന ഒരു സ്കിൻ ഫീലിംഗ് ഏജന്റ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ചെറിയ മൈൽഡായിട്ട് സ്കിൻ ഫീലിംഗ് നടക്കുന്നുണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ആർക്കൊക്കെ യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എന്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കണം, ഇങ്ങനെയൊക്കെ പറയണം എന്നുണ്ടാവും. പക്ഷെ ഞാൻ പറയുന്നത് ഞാൻ വിചാരിച്ച കാര്യങ്ങളായിരിക്കില്ല. ഞാൻ എന്തിനു വേണ്ടി യൂസ് ചെയ്തു, എനിക്കുണ്ടായ യൂസ്ഫുൾ ഞാൻ അങ്ങനെയാണ് പറഞ്ഞു പോകും. ഒരു കണക്കിന് അതായിരിക്കും നല്ലത് തോന്നുന്നു. കാരണം നമ്മൾ ജെന്യൂനായിട്ട് പറയുന്നതാണല്ലോ ഏറ്റവും നല്ലതല്ലേ. അപ്പൊ ഇതെനിക്ക് അങ്ങനെ ഇതെല്ലാവരും യൂസ് ചെയ്യേണ്ട ഒരു ടൈം എന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈം ആണ്. നൈറ്റില് എനിക്ക് ഡോക്ടർ എങ്ങനെ തന്നാന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്യുക, അതിനുശേഷം നൈറ്റ് ഇത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അത്ര പരിപാടിയുള്ളൂ കേട്ടോ. പിന്നെ ഇതുകൊണ്ടുണ്ടായ ഗുണം സ്കാർസ് ഒക്കെ പോയോന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള സ്കാറുകളൊന്നും ഈ ട്രെറ്റിനോയിഡ് ക്രീം ഒരിക്കലും മാറ്റത്തില്ല കേട്ടോ. അതിനാകെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല, ലോങ് ടേം യൂസ് ചെയ്ത് കഴിഞ്ഞാല് എല്ലാത്തിനും അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ട്. സോ നമ്മൾ ഈ ലോങ് ടേം യൂസിനൊന്നും ഒരിക്കലും ഒരു ക്രീം യൂസ് ചെയ്യരുതെന്നാണ് എന്റെ പേഴ്സണലി അഭിപ്രായം. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളായിരിക്കും. പക്ഷെ ലോങ് ടേം ആയിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഒരു ഷോർട്ട് ടൈം ആയിട്ടൊക്കെ യൂസ് ചെയ്യുക, പിന്നെ കുറച്ച് ദിവസം സ്റ്റോപ്പ് ചെയ്യുക, പിന്നെ യൂസ് ചെയ്യുക, അങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല.
നമ്മുടെ സ്കിൻ ഒന്നിനെയും അഡീഷൻ ആവരുത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പൊ ഞാൻ കുറച്ച് നാളത്തെ ഒരു ഒരു 4-5 മാസത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ ഇതിനെ കുറിച്ചിട്ട് പറയാം. ഹെയറിന്റെ കാര്യത്തിൽ പക്കയാണ്. നമ്മൾ എവിടെ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ കുറെയൊക്കെ ആ ഭാഗത്ത് കുറച്ച് ഫീലിംഗ് ഒക്കെ ഉണ്ടായി പിന്നെ ഹെയർ വരാൻ ഭയങ്കര ബെനിഫിറ്റ് ഉള്ള കാര്യമാണ്. അത് വെച്ചിട്ട് സ്വന്തം ഹെയർ പോയവരൊന്നും ഈ മണ്ടയിൽ എടുത്തിട്ട് തേക്കാൻ നിൽക്കണ്ട കേട്ടോ. ഓരോരുത്തരെ അസുഖത്തിനനുസരിച്ചായിരിക്കും ഡോക്ടർ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. പക്ഷെ സ്കിന്നിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ആക്നെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ഇത് യൂസ് ചെയ്യരുത്. നിങ്ങൾ വിചാരിക്കുന്ന ഫീലിംഗ് ആണല്ലോ. ആക്നെ ഉള്ളവരാണെങ്കിൽ ചെറിയ ആക്നെ ഉള്ളവരൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ സാധനം നല്ല ബെനിഫിറ്റ് ആണെന്ന് ഒരിക്കലും ഇല്ലാട്ടോ. പിന്നെയും നമുക്ക് സെൻസിറ്റിവിറ്റി കൂടാനുള്ള ചാൻസസ് കൂടുതലുള്ള ക്രീമാണ്. അപ്പൊ ആക്നെ ഒന്നും ഇല്ല, നിങ്ങൾക്ക് ചെറിയ സ്കാർ ഉണ്ട്, എന്റെ സ്കിൻ ഇപ്പൊ ഓക്കെയാണ്, ഞാൻ പ്രത്യേകിച്ച് ഒരു ക്രീമൊക്കെ യൂസ് ചെയ്താൽ പെട്ടെന്ന് ഒരു സീനും ഇല്ലാന്നൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ സ്കാറുകൾ അല്ലെങ്കിൽ ചെറിയ മാർക്സ് എന്റെ സ്കിന്നിൽ ഇപ്പൊ പിമ്പിൾസ് വരുന്നില്ല എന്നവർക്കാണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറെയൊക്കെ മാറ്റം ഉണ്ടാവും. പിന്നെ ഭയങ്കരമായിട്ട് ഏൽപ്പിക്കാത്താണ് ഫുൾ ടൈം ഇരിക്കുന്നവർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ നല്ല പോലെ കുറച്ച് നീറ്റലും ഒരു 1 മന്ത് അടുപ്പിച്ച് യൂസ് ചെയ്യുമ്പോൾ നല്ല നീറ്റിൽ ഉണ്ടാവും, കുറച്ച് പുകച്ചല് പോലെ ഉണ്ടാവും, പിന്നെ ഇങ്ങനെ ഭയങ്കര വലിയുന്ന പോലെ തോന്നും. ഒരിക്കലും ഇത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തണുത്ത വെള്ളത്തിലല്ലാതെ മുഖം വാഷ് ചെയ്യരുത്. നല്ല പോലെ വലിഞ്ഞു മുറുകുന്ന പോലെ നമ്മൾ ഓയിലി ആയിട്ടുള്ള സ്കിന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ഡ്രൈ ആയി എന്തോ ഒരു അൺകംഫർട്ടബിൾ ഫീൽ നമുക്ക് നമ്മുടെ ഫേസിൽ തോന്നും. അപ്പൊ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഭയങ്കര ആക്നെ ഉള്ളവര് ഒരിക്കലും ഇത് യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. പിന്നെ കുറച്ച് പ്രായമായി തുടങ്ങുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൈൽഡായിട്ട് ഒരു ഇച്ചിരി എടുത്ത് ഡെയിലി നൈറ്റ് യൂസ് ചെയ്യാം. ഈ കണ്ണിന്റെ ഏരിയാസിലൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതാട്ടോ നല്ലത്. പിന്നെ പിന്നെന്താ പറയുക, ഈ പറയുന്ന പോലെ കുറച്ച് മാർക്സ് ഒക്കെ ഉണ്ട്, കുറച്ച് സ്റ്റാർസ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറയും. ചിലവര് വീഡിയോ ഇട്ടിട്ടുണ്ട് ഈ സാധനം തേച്ചിട്ട് വെളുത്തിട്ടൊക്കെ പാറുവാണ്. എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ കുറച്ച് നിറം നിൽക്കും കേട്ടോ. നമ്മൾ ഒരു സ്കിൻ ടോൺ കുറച്ചൊന്ന് ഒരു ഗ്ലോ ആവാൻ അല്ലെങ്കിൽ കുറച്ചൊന്ന് ഇങ്ങനെ ബ്രൈറ്റ് ആവാനായിട്ട് ഇത് ഹെൽപ്പിംഗ് ആണ്. അതില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കുറച്ചൊക്കെ. പിന്നെ ഇതിന്റെ ഇൻഗ്രീഡിയന്റിന്റെ ഓരോന്നെടുത്ത് എനിക്ക് ഗൂഗിളിൽ വായിച്ചിട്ട് പറയാൻ വലിയ താല്പര്യമില്ല. കാരണം നിങ്ങൾക്കത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇത് എന്റെ ഒരു പേഴ്സണൽ അനുഭവം ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അല്ലാതെ ഞാനൊരു സ്കിൻ ഡോക്ടർ ഒന്നുമല്ല. എനിക്ക് ഇത്ര ഉറപ്പില്ല ഇങ്ങനെ നമ്മള് ഗൂഗിളിലൊക്കെ പോയി നോക്കി ഈ കണ്ടന്റ് ഇതിന് ഹെൽപ്പ് ചെയ്യുക. അതൊക്കെ നിങ്ങൾക്ക് നോർമലി നിങ്ങളെല്ലാവരും സോഷ്യൽ മീഡിയ റിലേറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ഫോൺ യൂസ് ചെയ്തിട്ടും അറിവുള്ളവരും സെർച്ച് ചെയ്യുന്നവരൊക്കെയാണ്. പക്ഷെ ഇത് എന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ എന്താണോ നമുക്ക് ഉണ്ടായ ഒരു അനുഭവം അത് ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. അത്രേ ഉള്ളൂ. അപ്പൊ ഈ പറയുന്ന പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നവരെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ആക്നെ സെൻസിറ്റീവ് ആയവർ ഇത് യൂസ് ചെയ്യണ്ട. മറിച്ച് നിങ്ങളുടെ സ്കിന്നിൽ ഒരു ചെറിയ സ്കാർ അല്ലെങ്കിൽ കുറച്ചൊന്ന് എന്താ പറയാ ഒന്ന് പാടൊക്കെ കുറയ്ക്കണം അങ്ങനെയുള്ളവർ ഷോർട്ട് ടേം ആയിട്ട് മാത്രമേ യൂസ് ചെയ്യൂ. അല്ലാതെ ഒരു സ്കിന്നിന് ഒരു കുഴപ്പവും ഇല്ലാത്തവർ എനിക്ക് ഇത്തിരി വെളുക്കണം എന്ന് പറഞ്ഞിട്ടൊന്ന് വാങ്ങി തേക്കണം എന്ന് ഞാൻ പറയില്ല. അതിന് എന്തെങ്കിലും ഫേസ് പാക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളോ അല്ലെങ്കിൽ വിറ്റാമിൻ സി ഒക്കെ ആണെങ്കിൽ യൂസ് ചെയ്യുക കേട്ടോ. കാരണം ഇതിന് ഫീലിംഗ് ഒരു ഫീൽ ആവുന്ന ഒരു ഫീൽ വരും. സോ നമ്മുടെ സ്കിന്നിങ്ങനെ ഫീൽ ആവുന്നത് നല്ലതാണ്. പക്ഷെ അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് വെയിലത്ത് പോകുന്ന സമയത്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. സെൻസിറ്റീവ് ആയിട്ട് സ്കിന്ന് മാറാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പൊ ശ്വാസം വിടാതെ ഞാൻ ഇന്ന് വീഡിയോ എടുത്തു. ചെറിയ വീഡിയോ ആണ്. എനിക്ക് പറയാൻ പറ്റിയ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിന് കിട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമന്റ് ഇട്ടോ. ഞാൻ എല്ലാത്തിനും റിപ്ലൈ തരുന്നതായിരിക്കും. ഇതിനെ കുറിച്ച് കുറെ എന്തൊക്കെയോ പറയാനെന്നൊക്കെ വെച്ച് വന്നതാണ്. പറയാൻ നേരത്ത് ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ നേരത്തെ എനിക്ക് ഒരു സാധനം എന്റെ മൈൻഡിൽ വരില്ല. അതുകൊണ്ട് ഞാൻ അങ്ങ് വന്ന് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്ത കാര്യങ്ങൾ അത് എന്താണോ അതുപോലെ അങ്ങ് കൊട്ടും. അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് വേറെ ഒന്നും പറയാനില്ല. ക്രീം യൂസ് ചെയ്യുന്നവർക്ക് യൂസ് ചെയ്യാം. പക്ഷെ ലോങ് ടേം അല്ലെങ്കിൽ നല്ല സ്കിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ യൂസ് ചെയ്യണ്ട. ചെറിയ സ്കാറോ ചെറിയ മാർക്സോ പിന്നെ കുറച്ച് ടാൻ ഒക്കെ ആയിട്ടുണ്ട് സ്കിന്ന് അപ്പൊ ഒന്ന് യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ മസ്റ്റ് ആയിട്ട് വേണം. നമ്മളൊരു വൈറ്റനിങ് ക്രീം ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്തെ നല്ലപോലെ ഫീൽ ആവുന്ന പോലെ തന്നെ ഒരു ലൈറ്റ് ആയിട്ട് ഫീൽ ആവുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ എപ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എരിച്ചിലോ മോച്ചിലോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ സ്റ്റോപ്പ് ചെയ്തോളാം. കൂടുതൽ ആരും ഇത് മുഖത്ത് തേക്കാൻ നിൽക്കണ്ട കേട്ടോ.
അപ്പൊ ഇത് ഷോർട്ട് ടൈം ആയിട്ടൊക്കെ ഞാനത് യൂസ് ചെയ്തോളൂ. പിന്നെ ഞാനത് തൊട്ടിട്ടില്ല. ഞാൻ എന്റെ കെട്ടിയോട് പറയാൻ എന്റെ എടുത്തിട്ട് ചിലപ്പോ ഈ പുള്ളി വെയിലത്ത് ജോലി ചെയ്യുന്നത് കാരണം ഭയങ്കര ടാൻ അടിക്കാറുണ്ട്. അപ്പൊ ഞാൻ പറയും വല്ലപ്പോഴും എടുത്തിട്ടൊന്ന് തേച്ചോ, സ്കിന്ന് ടാൻ ഒക്കെ മാറും. പിന്നെ ഞാൻ ആലോചിച്ച് നീ തേക്കണ്ട, അതാ നല്ലത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ സൺസ്ക്രീനും കൊടുക്കേണ്ടി വരും. സോ അത് ഭയങ്കര ചെലവാകും. അത് കാരണം പിന്നെ ഞാൻ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാത്തത് കൊണ്ട് ഈ കൂടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എനിക്ക് അറിയില്ല ഇനിയിപ്പം അനിയത്തി ഉണ്ട്, അവള് വല്ലപ്പോഴും ഇങ്ങോട്ട് വരികയോ അല്ലെങ്കിൽ ഞാൻ വയനാട്ടിലോട്ട് പോവുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാല് അവർക്ക് ഇത്തിരി പിമ്പിൾസ് വന്നിട്ട് കുറച്ച് മാർക്സ് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്കത് കൊടുക്കാം, ആ മാർക്സ് ഒന്ന് റിമൂവ് ആയി കിട്ടട്ടെ എന്ന് വെച്ച് കുറച്ച് നാളത്തേക്ക് മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ഞാൻ അവർക്ക് കൊടുക്കാന്ന് വിചാരിക്കുന്നത്. അപ്പോ അവളാണെങ്കിൽ ഇപ്പൊ അവർക്ക് ഇതൊക്കെ യൂസ് ചെയ്യാനുള്ള ഒരു പ്രായമായി, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, നമുക്ക് കൊടുക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ സ്കിൻ റിലേറ്റഡ് വീഡിയോ എന്തെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള സാധനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്താ പറയാ, ഞാൻ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ചെയ്തു തരാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പരീക്ഷണാവസ്ഥയായിട്ട് നമ്മളെ ചാക്കോച്ചിനെ കൊണ്ടുവന്നിരുത്തിയിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് പരീക്ഷണാവസ്ഥയൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീഡിയോ ചെയ്യുന്നതായിരിക്കും തെളിയിച്ചിട്ടും. അപ്പൊ എന്റെ സ്കിൻ കെയർ വീഡിയോസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമുക്ക് നോക്കാം. ഇത് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് വാരി വലിച്ചിട്ടൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഞാൻ വിറ്റാമിൻ സി യൂസ് ചെയ്യുന്നുണ്ട്, പ്ലസ് എന്റെ ഫേവറേറ്റ് സൺസ്ക്രീൻ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും ഞാൻ വെറുതെ വലിച്ചു നീക്കി പോകുന്നില്ല. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അപ്പൊ എല്ലാവർക്കും ബൈ.